തലേ കൈയും വെച്ചങ്ങനെ ഇരുന്നോ. ഇവിടെ എല്ലാ പണി ഞാൻ ഒരൊറ്റ ആള് വേണം ചെയ്യാൻ. ഞാനും കുറെ പണി ചെയ്യുന്നുണ്ട് ശോഭേ. അപ്പൊ നിന്നെ ബോധിപ്പിക്കാൻ എനിക്ക് വയ്യ. രാവിലെ എണീക്കാൻ നേരെ പോയി ഉള്ളി മുറിക്കണം, തക്കാളി മുറിക്കണം, കിഴങ്ങ് മുറിക്കണം. പച്ചക്കറി മുറിക്കണം എന്ന് പറഞ്ഞാ പോരെ? പോരാ, ഇവിടെ ഞാൻ എന്തൊക്കെ പണിയാ ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഞാനും ചെയ്യുന്നുണ്ടല്ലോ കുറെ. 2 ആഴ്ച മുന്നേ 2 ആഴ്ച മുന്നത്തെ കണക്ക് ഇവിടെ പറയണ്ട. ഇവിടെ 365 ദിവസം പണിയെടുക്കുന്ന ഞാനാ. ശനി ഞായറുകളിൽ ഞാൻ സമാധാനമായിട്ട് ഇരുന്നോട്ടെ ശോഭേ. സമാധാനായിട്ടിരുന്നോ. ദൈവം കാണുന്നുണ്ട് ഇതൊക്കെ. നീ എന്നോട് കാണിക്കുന്ന വൃത്തികേടൊക്കെ ദൈവം കാണണം തന്നെ എൻ്റെ ആഗ്രഹം. അവിടെ പോകുമ്പോൾ ചോദിക്കും എന്തിനാ പാവം മനുഷ്യനായിട്ട് എടുക്കുന്ന കഷ്ടപ്പെടുത്തിയത്. ഞാൻ ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല. എന്നോട് ഇനി മിണ്ടാതൊന്നും വരണ്ട. ആരോടൊന്നും വെച്ച് പോയി മിണ്ടിക്കോ. എങ്ങോട്ടാ? ബാക്കി രാജേട്ടൻ്റെ ഭാര്യയോട് പോയിട്ട് പറയാന്ന് വിചാരിച്ചു. ശോഭേ, ശോഭ, ഇത്രയും വൃത്തിയായിട്ടൊരു ഭർത്താവിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത്രക്കൊന്നും ആരും ഉണ്ടാവില്ല. നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ കാര്യമല്ലേ അറിയൂ. ബാക്കിയുള്ളവരുടെ കാര്യമാണെങ്കിൽ അവരുടെ ഭാര്യമാരോട് പോയി ചോദിക്കണം. അരുണേട്ടനൊന്ന് ചിരിച്ചു കാണാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പണ്ടൊക്കെ നല്ലോണം ചിരിച്ചിരുന്നു ശോഭേ. അരുണേട്ടാ, അരുണേട്ടാ. വായെ തോന്നി ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഏട്ടാന്ന് വിളിക്കണത്? നീ എൻ്റെ പേര് വിളിച്ചാൽ തന്നെ വലിയ സന്തോഷം. അരുണേട്ടൻ നേരത്തെ പറഞ്ഞതാ ശരി. അതിനെന്തിനാ മേല് തുറന്നത്? പറഞ്ഞാൽ പോരെ? അരുണേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ ഞാൻ കുറേ പറഞ്ഞു. അതിലേതാണ്? അരുണേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവിനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന്. മറ്റാർക്കും അറിയാത്തൊരു അരുണേട്ടൻ്റെ രൂപം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അത് മതി. അതാണ് ദാമ്പത്യം. ആണെന്ന് മേല് തൊട്ടോ? ഒരു തേങ്ങ ഉടച്ച് ചിലവി തരൂ. നീ സ്നേഹിക്കാൻ വന്ന എനിക്ക് പേടിയാണ്. അതിന് പിന്നെന്തോ പണി വരേണ്ടതാണ് അതിനർത്ഥം. ഒന്ന് സ്നേഹിക്കാനും പാടില്ലേ? നിനക്ക് എന്നെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ പകുതി മതിപ്പ് എനിക്ക് നിന്നെ കുറിച്ചും ഇല്ല. പക്ഷെ കാണുന്നവരുടെ മുമ്പിൽ നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നണം. അതിൻ്റെ പേരാണ് ദാമ്പത്യം. അല്ലാതെ നീ നേരത്തെ പറഞ്ഞതല്ല. എനിക്കിത് ചോറ് വേണ്ട. നീ ഉണ്ടണ്ട. എനിക്ക് വേണ്ടത്തോണ്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. വേണമെങ്കിൽ ഒറ്റക്കുണ്ടാക്കി കഴിച്ചോ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലോ. ചിരിക്കണ്ട, എല്ലാവരും അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ശോഭേ, ശോഭ.